നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ നമുക്ക് ജനിച്ച പാടുള്ള കുട്ടികളെ നമുക്ക് ഇതുപോലെ സീറ്റിലിരുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ന്യൂസിലാൻഡിൽ ഇതുപോലത്തുള്ളൊരു ബേബി സീറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ മസ്റ്റാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളെ ന്യൂസിലാൻഡിൽ ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയും, അത് മസ്റ്റാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടീനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ന്യൂസിലാൻഡിൽ ചൈൽഡ് സീറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ നിങ്ങൾ ചൈൽഡ് സീറ്റ് ഇല്ലാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം $150 വരെ ഫൈനും അതുപോലെ 20 ഡീമെറിറ്റ് പോയിൻറ്റ്സും കിട്ടുന്നതാണ്. ന്യൂസിലാൻഡിലെ ഒരു രീതി പ്രകാരം ചിലപ്പോൾ റോഡിലേക്കൂടെ നടന്നു പോകുന്നവർ വരെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ കുട്ടികളെ ഒന്നും മടിയിലിരുത്തിയിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാൻ പാടില്ല. ഇൻഫാൻറ്റ് ടു 2 years അല്ലെങ്കിൽ 10 കിലോ വരെയുള്ള കുട്ടികളെ ഇരുത്തുമ്പോൾ റെയർ ഫേസ് ആയിട്ട് വേണം ക്യാപ്സ്യൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് റെയർ ഫേസ് ആയിട്ടുള്ള സീറ്റ്, കുട്ടികളെ ബാക്കോട്ടേക്ക് ഫേസ് ചെയ്യുന്ന സംഭവം. 10 kg മുകളിലെ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ഫേസിങ്. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നിങ്ങൾ സീറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഫോളോ ഫോർ മോർ.